ടോക്സിക് പാരന്റിങ്ങിന്റെ 7 ലക്ഷണങ്ങൾ. ഒന്നാമത്തേത് എപ്പോഴും വിമർശനം. കുട്ടി എന്ത് ചെയ്താലും ഇത് ശരിയല്ല എന്ന് പറയുക. ഇത് പതുക്കെ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് കുറയാൻ കാരണമാകും. അതുപോലെ രണ്ടാമത്തേത് കമ്പാരിസൺ. അവൻ അങ്ങനെ ചെയ്യുന്നു, അവൾ എത്ര മിടുക്കിയാണ്, നീ എന്താണ് ഇങ്ങനെ തുടങ്ങിയ കമ്പാരിസൺ കുട്ടിയിൽ ഇൻസെക്യൂരിറ്റിയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാക്കുന്നു. മൂന്നാമത്തേത് ഇമോഷൻസ് ഇഗ്നോർ ചെയ്യുന്നത്. ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഫീലിങ്സ് ഡിസ്മിസ് ചെയ്യുമ്പോൾ പതുക്കെ കുട്ടിയുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറയും. നാലാമത്തേത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കുട്ടിയുടെ ഫ്രണ്ട്സ്, കരിയർ, ഡിസിഷൻസ് എല്ലാം പാരൻറ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് കുട്ടിക്ക് സ്വന്തം ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അഞ്ചാമത്തേത് ലവ് വിത്ത് കണ്ടീഷൻസ്. നീ ഇങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയൂ. ഇങ്ങനെ പറയുമ്പോൾ ടോക്സിക് അറ്റാച്ച്മെൻറ്റ് കൂടും. ആറാമത്തേത് ഗിൽറ്റ് ട്രാപ്പിംഗ്. ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുന്നു. ഏഴാമത്തേത് നോ അപ്രീസിയേഷൻ. കുട്ടിയുടെ നല്ല കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും വേണ്ടത്ര അപ്രീസിയേഷൻ കൊടുക്കാതെ വരികയും ചെയ്യുമ്പോൾ കുട്ടിയുടെ സെൽഫ് വർത്ത് കുറഞ്ഞു പോകുന്നു. ഈ 7 ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നല്ലൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ.